രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്യുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. പക്ഷേ ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ മറ്റാളുകൾക്ക് വേണ്ടി രാവിലെ 9 മുതൽ 5 വരെ ജോലി ചെയ്തിട്ടും മാസം അവസാനമാകുമ്പോൾ നമ്മുടെ കയ്യിൽ 5 രൂപ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നല്ല ഡ്യൂ ഉണ്ടാവും. അതായത് ഒരു 20-ാം തീയതി 22-ാം തീയതി ആകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ തീർന്നിട്ട് ബാക്കിയുള്ള 8 ദിവസം എങ്ങനെയും കഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പല ആളുകളും അത് തള്ളി നീക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സേവിങ്സോ ഇൻവെസ്റ്റ്മെന്റ്സോ ഒന്നും നമുക്കുണ്ടാവുകയില്ല. കാരണം നമ്മുടെ ആവശ്യത്തിനുള്ള ചെലവിനുള്ള എന്തെങ്കിലും കഴിഞ്ഞിട്ട് കൈ പൈസ ഉണ്ടെങ്കിലല്ലേ പിന്നീട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമുണ്ട്. അത്യാവശ്യം ചെലവിനുള്ള പൈസ പോലും ഈ പറയുന്ന പോലെ 20-ാം തീയതി 22-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും പല ആളുകളുടെയും കയ്യിൽ തീർന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി കാര്യമായിട്ട് ചിന്തിക്കാത്തതാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്ത, അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ഫിനാൻഷ്യലി ടൈറ്റ് ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ 9 to 5 ജോബുകാരെ സംബന്ധിച്ച് അവർ സാലറിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും. കാരണം രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെയുള്ള ഈ ജോലി കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ ടയർഡാവും. ഈ 9 മണിക്ക് ജോലിക്ക് പോകണമെങ്കിൽ തന്നെ രാവിലെ ഒരു 7 മണിക്ക് അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങും. പിന്നീട് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ മോസ്റ്റ്ലി ഒരു 6 മണിയാകും ചെയ്യും. ഇപ്പൊ എഫക്റ്റീവ്ലി ഓൾമോസ്റ്റ് ഒരു 11 hours ആണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ദിവസം ആകെയുള്ള 24 മണിക്കൂർ, അതിൽ 11 മണിക്കൂർ പോയി കഴിഞ്ഞാൽ ബാക്കി 13 മണിക്കൂർ. ഈ 13 മണിക്കൂറിൽ നമുക്ക് മിനിമം ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും 8 മണിക്കൂർ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് ഒരു 5 മണിക്കൂർ എന്തോ ആണ്. അപ്പൊ ഈ 5 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആയിട്ടുള്ള പ്രഭാതകൃത്യങ്ങളും ഫുഡ് കഴിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഈ 5 മണിക്കൂറിൽ നമുക്ക് ചെയ്യാൻ കിട്ടുന്നത്. അപ്പൊ സമയമില്ല എന്നുള്ള വലിയൊരു കാര്യമാണ്. എനിക്കറിയാവുന്ന പല ആളുകളും സൈഡ് ബിസിനസ് തുടങ്ങാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോകുന്ന തന്നെ ഒന്നാമത് ഈ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല ടയർഡാവും. പിന്നെ ഇതിനകത്തും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കുള്ള ഈ പ്രധാനപ്പെട്ട ജോലി കളഞ്ഞിട്ട് ഇവർക്ക് ഈ സൈഡ് ബിസിനസ് കൊണ്ടുപോകാനും പറ്റില്ല. കാരണം സൈഡ് ബിസിനസ് അതൊരു എന്താ പറയുക, ഒരു സംരംഭം തുടങ്ങി വരികയാണ്. അപ്പൊ അതിൽ നിന്ന് ഇൻകം കിട്ടി സ്റ്റേബിൾ ആകാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതും ഒരു ഫാക്റ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ, എനിക്കറിയാവുന്ന പല ആളുകളും യൂട്യൂബ് ചാനൽ, എനിക്കറിയാവുന്ന പല ആളുകളും തന്നെ എന്നോട് വന്നിട്ട് ചോദിച്ചിട്ട് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് അവർ പോകും. പക്ഷെ അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ദിവസമൊക്കെ എങ്ങനെയെങ്കിലും അവർ പോസ്റ്റ് ചെയ്യും. പിന്നെ പല ദിവസങ്ങളിൽ ഇവർക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല ടയർഡാന്ന് പറഞ്ഞാൽ ഇവർക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കാനോ ഉള്ള സമയമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പിന്നീട് പകുതിക്ക് അത് വെച്ച് ഡ്രോപ്പ് ചെയ്യും. പല ആളുകളും ഇതിനു വേണ്ടിയിട്ടുള്ള പല സാധനങ്ങളും, ലൈറ്റ് കാര്യങ്ങൾ, മൈക്ക്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നീട് അത് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളിൽ പലർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. പിന്നെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അവരുടെ 9 to 5 ജോബിനോടൊപ്പം തന്നെ ഈ ഒരു സൈഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ അത് നല്ല എനർജി ഉള്ള ആളുകളാണ്. എല്ലാവർക്കും ആ ഒരു എനർജി ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള 9 to 5 ജോബ് ചെയ്തുകൊണ്ട് ഒരു സൈഡ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആളുകൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം ഒരു എമർജൻസി ഫണ്ട് രൂപീകരിക്കുക എന്നുള്ളതാണ്. കുറച്ച് നാളുകളത്തേക്ക് നിങ്ങളുടെ ഈ എക്സ്ട്രാ ചെലവുകൾ, സബ്സ്ക്രിപ്ഷൻസ്, അങ്ങനെയുള്ള വെളിയിൽ പോയി ഫുഡ് കഴിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് ഒരു എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യുക. ഒരു 3-4 മാസം നിങ്ങൾക്ക് ഈ ജോബ് ഇല്ലാതെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു ടൈമിങ് നോക്കി, അതായത് ഒരു സ്വിച്ചിങ് പീരീഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെക്കാളും കുറച്ചുകൂടി ഒരു ബെറ്റർ ജോബ്, ബെറ്റർ സാലറി കിട്ടുന്ന ഒരു കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പീരീഡ് നിങ്ങൾ എടുക്കുക. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ നീക്കുക. ആ ഒരു ജോബ് സെറ്റ് ആവാൻ ചിലപ്പോൾ ഒരു 2-3 മാസത്തെ ബ്രേക്ക് നിങ്ങൾക്ക് വേണ്ടി വരും. ഈ ബ്രേക്കിൽ നിങ്ങൾ ഈ സൈഡ് ബിസിനസ്, അതൊരു ചിലപ്പോൾ യൂട്യൂബ് ചാനലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്ലാനുള്ള ഒരു ഐഡിയ ഉള്ള ബിസിനസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ഒരു ഐഡിയ വെച്ച് അതും ഇനിഷ്യേറ്റ് ചെയ്യുക, മറ്റൊരു ബെറ്റർ ജോബിന് നോക്കുക. അപ്പം ഇവിടെ നിങ്ങൾക്കൊരു സേഫ്റ്റി നെറ്റ് ഉണ്ട്. ബൈ ചാൻസ് നിങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബിസിനസ് നിങ്ങൾക്ക് സെറ്റ് ആയില്ലെങ്കിലും 3 മാസം കഴിഞ്ഞ് കുറച്ചുകൂടെ ബെറ്റർ പേ കിട്ടുന്ന മറ്റൊരു ജോബിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ കയറുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫുൾ ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുക. 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ അത്യാവശ്യം നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ട് ഇതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സും വീഡിയോസും ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്റെ മെയിൻ ചാനലായിട്ടുള്ള ആദിൽ ഉനൈസ് ഹുസൈൻ എന്ന് പറയുന്ന ചാനൽ അത് മോണിറ്റൈസ് ചെയ്തത് വെറും 1.5 മാസം കൊണ്ടാണ്. അതായത് ഞാൻ 2023 മെയ്യിലാണ് അന്ന് യൂട്യൂബിൽ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു പാഷൻ പോലെ വല്ല കാലത്തും വന്നൊരു വീഡിയോ ഇടും പോകും. അതിനങ്ങനെ വലിയ വ്യൂസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ എന്തോ ഒരു 800 സബ്സ്ക്രൈബേഴ്സോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ, 800 അല്ലെങ്കിൽ 850 സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ അങ്ങനെ ഇരുന്ന് ഞാൻ 2023 മെയ്യിൽ ഒരു തീരുമാനം എടുക്കുകയാണ്, യൂട്യൂബിൽ എന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടണം. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ഞാൻ ബിസിനസ് ചെയ്യുന്നു. ടോസ്റ്റർ എന്ന് പറയുന്ന എന്റെ സ്വന്തം കമ്പനി എനിക്കുണ്ട്. സോ ഫിനാൻഷ്യലി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല പൈസ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഒരു പാഷൻ, യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ എന്റെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഒരു പോസ്റ്റ് പോലും ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ഇട്ടിട്ടില്ല. കാരണം എന്റെ അപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എന്റെ യൂട്യൂബില് കോണ്ടന്റ്സ് കണ്ട് അത് ഇഷ്ടപ്പെട്ട് ആ ഒരു ലോങ് റൺ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം വന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിത് കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ സംഭവിക്കുന്നത്
പറഞ്ഞാൽ അവിടെ എനിക്കുള്ള ഒരു ഫോളോവർ ബേസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഡിഫറെന്റ് ആണ്. എന്റെ അവിടെയുള്ള ഷോർട്ട് ഫോം കണ്ടന്റ്, ഫാഷൻ വീഡിയോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിംഗ് വീഡിയോസ്, അങ്ങനെയൊക്കെയുള്ള കോണ്ടന്റ്സ് കാണുന്ന ആളുകളാണ് അവിടെ കൂടുതൽ. അങ്ങനെയുള്ള ഓഡിയൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 2021 മെയ് മുതൽ ഇവന്റെ പ്രൈമറി ചാനലിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം ഇട്ട വീഡിയോ എനിക്ക് തോന്നുന്നു സ്റ്റിറോയിഡിനെ പറ്റിയൊക്കെ ആയിരുന്നു. അപ്പൊ ടൈഗർ ഷ്രോഫ് സ്റ്റിറോയിഡ് ആണോ അല്ലേ എന്നുള്ളതാണെന്ന് തോന്നുന്നു 2023 ഞാൻ എൻ്റെ ഒരു കംബാക്ക് ഫേസിൽ, അതായത് യൂട്യൂബ് ചാനലിൽ ഫോക്കസ് ചെയ്യണം എന്ന് വിചാരിച്ച് തിരിച്ചു വന്നപ്പോൾ ആദ്യം ഇട്ട വീഡിയോ. അങ്ങനെ ഞാൻ വീക്കിലി 2 വീഡിയോ വെച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ടൈഗർ ഷ്രോഫിനെ കുറിച്ച് വീഡിയോ ചെയ്തു, അതുപോലെ തന്നെ ഹെൻറി കാവലിനെ കുറിച്ച് വീഡിയോ ചെയ്തു, സ്റ്റെറോയിഡിന്റെ സൈഡ് എഫക്ട്സിനെ പറ്റി വീഡിയോ ചെയ്തു, പിന്നെ എന്തോ ഒരു കുട്ടിച്ചാത്തൻ സത്യമാണോ എന്നുള്ള ഇതിനെ പറ്റി വീഡിയോ ചെയ്തു. അങ്ങനെ വീഡിയോ ചെയ്ത് വന്ന് നിഞ്ചാസിനെ പറ്റി വീഡിയോ ചെയ്തു. നിഞ്ചാസിനെ പറ്റിയൊക്കെയുള്ള വീഡിയോ എന്റെ ഈ ചാനലിൽ, എന്റെ മെയിൻ ചാനലിൽ ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ വീഡിയോ ചെയ്ത് വന്ന് മെയ് ഒരു 15-16 ചാനൽ ആക്റ്റീവായിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരു ജൂൺ ഒക്കെ ആയപ്പോഴേ, ഒരു ജൂൺ 5-ാം തീയതി 6-ാം തീയതി ഒക്കെ ആയപ്പോഴേക്കും ബ്രൂസ്ലി എങ്ങനെയാണ് മരിച്ചത്, ബ്രൂസ്ലിയുടെ മരണത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തു. ആദ്യം വലിയ വ്യൂസ് ഒന്നും കണ്ടില്ല, ഒരു 2000 വ്യൂസ് 2500 വ്യൂസ് ഒക്കെ ആയുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഏകദേശം 15K വ്യൂസ് ആ ഒരു വീഡിയോയ്ക്ക്. അതിനു മുമ്പ് എന്റെ വീഡിയോ 1-2 വീഡിയോസ് ഒക്കെ, ഈ ടെക് വീഡിയോ ഒക്കെ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒരു 15K ഒക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ ഇത്ര ഒരു ഷോർട്ട് ടൈം ഹൊറൈസണിൽ ഒരു രാത്രി ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഇത്രയും വ്യൂസ് കയറുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അന്ന് എനിക്ക് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു, അമ്മയായിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോകണമായിരുന്നു. അപ്പൊ ആ ഡോക്ടറിന്റെ അടുത്ത് പോയി ഡോക്ടറിനെ കാണിച്ച് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഈ 15K എന്ന് പറയുന്നത് ഏകദേശം ഒരു 45K ആയിട്ടുണ്ട്. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും അത് 80K ആയി. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് വ്യൂസ് കയറുന്നുണ്ട്. അപ്പൊ എനിക്ക് തന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് അത്രയും ഫാസ്റ്റ് ആയിട്ട് വ്യൂസ് കയറുന്നത്. അങ്ങനെ അടുത്ത ദിവസം അത് 1 lakh അടിച്ചു, അതിന്റെ അടുത്ത ദിവസം ഓൾമോസ്റ്റ് 2 lakh അടിച്ചു. അങ്ങനെ എന്റെ ചാനലിൽ ഫസ്റ്റ് വൈറൽ കിട്ടുന്ന, ആദ്യത്തെ ഒരു 1 lakh അടിക്കുന്ന ഫസ്റ്റ് വൈറൽ കിട്ടുന്ന വീഡിയോ ആണ്. ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു 3000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് കയറി. ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഈ പറയുന്ന 4000 വാച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. ജൂലൈ 22 എനിക്ക് പേയ്മെന്റ് കിട്ടി. മെയ് 15 ചാനൽ തുടങ്ങി. ജൂൺ, ജൂലൈ 2ാമത്തെ മാസം എനിക്ക് പേയ്മെന്റ് കിട്ടി. സോ ഇത് പോസിബിൾ ആണ്. നിങ്ങൾ അത്രയും റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരെണ്ണം കയറി ഷോർട്ടായിട്ട് വൈറലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫോളോവേഴ്സും ആവും, നിങ്ങളുടെ വാച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യും, ചാനൽ മോണിറ്റൈസ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഇത് ഞാൻ യൂട്യൂബിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവരും പോയി യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നല്ല പറഞ്ഞത്. യൂട്യൂബിൽ സംസാരിക്കാൻ അങ്ങനെയുള്ള ടാലന്റ് ഇല്ലാത്ത ആളുകളും ഉണ്ടാവും. നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത് നോക്കുക, എന്നിട്ട് ഈ ഒരു ട്രാൻസിഷൻ ഫേസിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാതെ ഒരു മെട്രിക്സിൽ പെട്ട് കിടക്കുന്ന പോലെ ഈ 9 to 5 ജോബിൽ മാത്രം നിങ്ങൾ പെട്ട് കിടന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ ജീവിതം മുഴുവൻ ഈ നിലകൊള്ളുന്ന കാളയെ പോലെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടന്ന് ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം പൈസ കിട്ടുന്ന രീതിയിലായിരുന്നു. സോ എല്ലാവർക്കും ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാവർക്കും വേണ്ട കാര്യമാണ്. അത് തീർച്ചയായും ട്രൈ ചെയ്യേണ്ട കാര്യമാണ്. ഒരിക്കലും ഈ 9 to 5 ജോബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. അതായത് 9 to 5 ജോബിൽ ഇപ്പൊ പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ജീവിതം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി, ബിൽസ്, സീറോ ബാലൻസ്, വീണ്ടും ജോബ്, വീണ്ടും സാലറി. ഇങ്ങനെ ഒരു സർക്കിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സൈക്കിൾ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു വലിയ മെച്ചം ഉണ്ടാവില്ല. പിന്നെ സാലറി കൂടുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യും, അതിനനുസരിച്ച് ചെലവും കൂടും. പിന്നെ വേറൊരു കാര്യം, ഈ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയാൽ മാത്രം പോരാ. കാരണം എക്സ്ട്രാ ഇൻകം വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ലിബറൽ ആവും, നമ്മുടെ ചെലവുകളും കൂടും. അപ്പൊ വീണ്ടും ചിലപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ചെലവുകളെ ഒന്ന് കൺട്രോൾ ചെയ്യാന്നുള്ളത്. ചെലവ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ചെലവിനെ ട്രാക്ക് ചെയ്യാന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ചെലവിനെ ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും ചെലവ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ കയ്യിലേക്ക് എത്ര രൂപ വരുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര രൂപ പോകുന്നു എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം. അതിന് കൃത്യമായിട്ട് നമ്മുടെ ഇൻകവും എക്സ്പെൻസും നമ്മൾ ട്രാക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് പല ആപ്പുകളും നിങ്ങൾ അതിനുവേണ്ടി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആപ്പിന്റെ പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ആപ്പാണ്. അക്കൗണ്ട് മാനേജർ എന്ന് പറയുന്ന ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ലോഗോ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇത് ഫ്രീ ആപ്പാണ്, പൈസ ഒന്നും കൊടുക്കണം. അപ്പൊ അതിനകത്ത് നമുക്ക് നമ്മുടെ ഒരു മന്ത്ലി ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം. ആ ബഡ്ജറ്റിൽ നമ്മുടെ എക്സ്പെൻസ് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഓരോ എക്സ്പെൻസ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര രൂപ നമ്മൾ ഈ മാസം ചെലവഴിച്ചു, ഇനി എത്ര രൂപ നമുക്ക് ബാലൻസ് ഉണ്ടോ. അത് വെച്ചിട്ട് ഇനി എത്ര രൂപ നമുക്ക് ചെലവാക്കാനുണ്ടെന്ന് മനസ്സിലാകുകയും നമ്മുടെ എക്സ്പെൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര രൂപ ഉണ്ടായിട്ടും കാര്യമില്ല, എക്സ്പെൻസിനെയും കൂടെ നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് മാനേജ് ചെയ്യണം. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുക എന്നുള്ളത്. അത് നിങ്ങൾ ഒരുമിച്ച് വലിയൊരു എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ഈസി ആയിട്ട് ഇപ്പം ഗ്രോ പോലുള്ള ആപ്പുകളിൽ ഇൻവെസ്റ്റ്മെന്റ് SIP തുടങ്ങാൻ പറ്റും. അപ്പോൾ ഒരു 3-4 മ്യൂച്വൽ ഫണ്ട്സിൽ നല്ല ഫണ്ട്സ് നോക്കിയിട്ട് അതിനകത്ത് SIP സ്റ്റാർട്ട് ചെയ്യും. മാസം ഒരു 500-1000 വെച്ച് ഓരോ ഫണ്ടിൽ ഇട്ടിട്ട് നിങ്ങളുടെ സാലറി എത്രയാണോ അതിന്റെ ഒരു 20% ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാസം ഒരു 50,000 രൂപ സാലറി ഉണ്ടെങ്കിൽ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി വെക്കുക. 25,000 രൂപയാണ്
സാലറി എങ്കിൽ ഒരു 5000 രൂപ മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ സാലറിയുടെ ഒരു 20% ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി ചെലവുകളെന്ന് വിചാരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിനൊക്കെ മുമ്പ് നിങ്ങൾ ചെയ്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുത്തു വെക്കുക എന്നുള്ളത്. ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയും ടേം ഇൻഷുറൻസിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് മസ്റ്റായിട്ട് എടുത്തു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ലൈഫ് ഒന്ന് ഓർഡറിലാവുകയും അത്യാവശ്യം സേവിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇല്ലാതെ കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഇല്ലാതെ നമ്മൾ പിന്നെ എത്ര പൈസ ഉണ്ടാക്കിയാലും നമ്മുടെ കയ്യിൽ പൈസ നിൽക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബഡ്ജറ്റും പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. പിന്നെ നമ്മൾ ഈ 9 to 5 ജോബിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരു സൈക്കിളിൽ ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ പോകാതെ ഇൻകം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ആലോചിക്കുക. അതിന് സൈഡായിട്ടുള്ള ബിസിനസ്സുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസോ പാസീവ് ഇൻകം കണ്ടെത്താനുള്ള ഒരു വഴിയും കൂടി ആലോചിക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിലുള്ള മറ്റ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചെറിയൊരു ആശ്വാസം നമുക്ക് വന്നു തുടങ്ങും. അത് മുന്നോട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ ഫൈനലി നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഫിനാൻഷ്യൽ കോണ്ടന്റ്സ് ഒക്കെ കാണാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഐ ആം ആദിൽ ഹുസൈൻ സൈനിങ് ഓഫ്.